കൈലാസത്തിലെത്തിയ ബ്രഹ്മാവ് മഹേശ്വരൻ്റെ സന്നിധിയിൽ വീണ് പ്രണാമം ചെയ്ത് പുത്രശോകത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചു. ദക്ഷയാഗം നശിപ്പിച്ചത് താനല്ലെന്നും ദക്ഷൻ്റെ സ്വന്തം ദുഷ്പ്രവൃത്തികളാണ് അവൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും മഹേശ്വരൻ ബോധിപ്പിച്ചു. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ സ്വയം ദുഃഖിക്കേണ്ടി വരുമെന്നും കർമ്മഫലത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ ആവില്ലെന്നും അദ്ദേഹം ഉപദേശിച്ചു. തുടർന്ന് ബ്രഹ്മാവുമൊത്ത് കനകലത്തിലെത്തിയ മഹേശ്വരൻ വീരഭദ്രനോട് ദക്ഷനെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. വീരഭദ്രൻ ദക്ഷൻ്റെ തലയില്ലാത്ത ശരീരം കൊണ്ടുവന്നപ്പോൾ ദക്ഷൻ്റെ ശിരസ്സെവിടെ എന്ന് അന്വേഷിച്ചു. ശിരസ് യാഗാഗ്നിയിൽ ഹോമിക്കപ്പെട്ടതിനാൽ പകരം പശുവിൻ്റെ തല വെച്ച് പിടിപ്പിക്കാമെന്ന് വീരഭദ്രൻ പറഞ്ഞു. പശുവിൻ തല വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദക്ഷൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റു. കൺമുന്നിൽ മഹേശ്വരനെ കണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. തുടർന്ന് രുദ്രൻ ദക്ഷനെ ഉപദേശിച്ചു. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ 4 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ആർത്തൻ ദുഃഖിതൻ, ദുഃഖമോചനത്തിനായി പ്രാർത്ഥിക്കുന്നവൻ. ജിജ്ഞാസു ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നവൻ. അർത്ഥാർത്ഥി ഐശ്വര്യം നേടാൻ പ്രാർത്ഥിക്കുന്നവൻ. ജ്ഞാനി ജ്ഞാനത്തെ ലക്ഷ്യമാക്കി ഭജിക്കുന്നവൻ. അവരിൽ ജ്ഞാനിയാണ് എനിക്കേറ്റവും പ്രിയങ്കരൻ. കർമ്മം കൊണ്ട് മാത്രം മോക്ഷം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്. ജ്ഞാനിയായിത്തീർന്ന് സുഖമായി ജീവിക്കൂ. ഇപ്രകാരം ദക്ഷനെ ഉപദേശിച്ച് മഹേശ്വരൻ കൈലാസത്തിലേക്ക് യാത്രയായി. ബ്രഹ്മാവ് ദക്ഷനെയും മുനിമാരെയും ആശ്വസിപ്പിച്ചു. എല്ലാവരും ജ്ഞാനികളായിത്തീരുകയും ചെയ്തു.